ജാസ്മിൻ ജാഫറിനെ വെളുപ്പിക്കാനെ കൊണ്ട് ഒരു രക്ഷകനുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, അത് JBI TV തന്നെയാണ്. സോ ഹായ് ഗൈസ്, ദിസ് ഇസ് മീ സാത്ത. നമ്മൾ ഇതിനു മുമ്പ് ജാസ്മിൻ ജാഫറിനെ വെളുപ്പിക്കാനെ കൊണ്ട് JBI TV ശ്രമിച്ച സമയത്ത് നമ്മൾ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജാസ്മിൻ ജാഫറുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്ന അഫ്സൽ എന്ന് പറയുന്ന ചേട്ടൻ 2 ദിവസം മുന്നേ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് പറയുന്ന ഒരു കാര്യങ്ങളുടെ ഒരു സാരാംശം എന്ന് പറയുന്നത്, ജാസ്മിൻ ജാഫറുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നിന്നും വേർപ്പെടുത്തുകയാണ്, ഈ ഒരു ബന്ധം വേർപ്പെടുത്തുകയാണ്, ഞങ്ങൾ ബ്രേക്കപ്പ് ആവുകയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിനകത്ത്. അപ്പോൾ പല ചാനൽസും ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് റിയാക്ട് ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി അതിനകത്ത് മെൻഷൻ ചെയ്യുന്നതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇനി ഇതുമായിട്ട് സംസാരം വിഷയമാക്കിക്കൊണ്ട് ആരും വരരുത് എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനെ റിയാക്ട് ചെയ്യേണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കടന്ന് ചെല്ലേണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ജാസ്മിൻ ജാഫറിനെതിരെയാണെങ്കിൽ ഒരുപാട് ആൾ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ജാസ്മിൻ ജാഫറിനെ ഹേറ്റ് ചെയ്ത് തുടങ്ങി. കാര്യം ഒരാളെ ഇത്രത്തോളം മാനസികമായിട്ട് വിഷമിപ്പിക്കാനുള്ളൊരു കാരണം ഉണ്ടാക്കിയിട്ടുള്ളത് ജാസ്മിൻ ജാഫർ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷേ അവിടെയും ജാസ്മിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട്, ജാസ്മിനെ വെളുപ്പിച്ചുകൊണ്ട് നമ്മുടെ JBI TV മുന്നോട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും JBI TVയുടെ ആ ഒരു വീഡിയോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു ഗെയിമർ, അദ്ദേഹം അവിടുത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഒരു ഗെയിമറായിട്ട് മാത്രമേ ഞാനൊരു റിവ്യൂവിൽ നോക്കി കാണാറുള്ളൂ. അദ്ദേഹം നല്ലൊരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും, മോശം ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ മോശമായിട്ട് പറയും. അതേപോലെ ഇമോഷണലി തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഹെയ്റ്റ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് ജാസ്മിൻ എന്നല്ല, എല്ലാ ആൾക്കാരുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെ. ഓക്കെ, വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ ഹേറ്റ് അധികമായിട്ട് വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ താങ്കൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ താങ്കളുടെ വീഡിയോസിനകത്ത് കൂടുതലായിട്ട് നമ്മുടെ ജാസ്മിൻ ജാഫറിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മാത്രമാണ് നമ്മൾ അധികമായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ജാസ്മിൻ ഒരു ഹേറ്റ് വരുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ജാസ്മിനെ അവിടെ വന്ന് വെളുപ്പിക്കുന്നതായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഹേറ്റ് വരുന്ന സമയത്തേക്കിന് അവരെ അല്ലെങ്കിൽ അവിടെ വന്ന് ഇതുപോലെ വെളുപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഹേറ്റ് വരുന്നത് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് വരുന്ന എല്ലാവരെയും നിങ്ങൾ വെളുപ്പിക്കുന്നുണ്ടെങ്കിൽ സത്യഭാമ എന്തുകൊണ്ടാണ് വെളുപ്പിക്കാതിരുന്നത്? ഓൾറെഡി വെളുത്തതുകൊണ്ടായിരിക്കും അല്ലേ സത്യഭാമ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സത്യഭാമയ്ക്കാണെങ്കിലും ഇതുപോലെ ഹേറ്റ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാസ്മിൻ ജാഫറിനെ പോലുള്ള ആളുകൾക്ക് ഇതുപോലെ സൈബർ ബുള്ളിങ് അറ്റാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവരവിടെ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ കാരണമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്തായാലും ബാക്കിയും കൂടെ കാണാം. അതെനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റുന്ന ഒരു സംഗതിയൊന്നുമല്ല. ഗെയിമർ തന്നെ, പക്ഷേ ഈ വിവാഹം ഉറപ്പിച്ച് വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ആരോടാണോ വിവാഹം ഉറപ്പിച്ചത് അയാളുടെ പേര് പറയുന്നു. അയാൾക്ക് പുറത്ത് സൈബർ അറ്റാക്ക് പോലുള്ള പരിപാടികൾ, ബുള്ളിങ് പോലുള്ള പരിപാടികൾ നേരിടേണ്ടി വരുന്നു. ഭയങ്കര മോശമാണ്. എന്തൊരു തോന്നിയാസാണ്. ഇതാണ് ജാസ്മിൻ ജാഫറിനെ വെളുപ്പിക്കുന്നതിൻ്റെ സ്റ്റെപ്പ് നമ്പർ 1. അതായത് ഇതുപോലെ അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഒരുപാട് ആളുകൾ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങുമായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ആളുകൾ ചെയ്യുന്നത് വളരെ മോശം കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്. കാര്യം ആളുകൾ ചെയ്തിട്ടുള്ള വളരെ മോശം കാര്യം തന്നെയാണ്. നമുക്കതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ ആളുകൾ അവിടേക്ക് പോകാനുള്ള ഒരു മോട്ടീവ് എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. കാര്യം അതായത് ജാസ്മിൻ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം മുക്കി താഴ്ത്തി വെച്ചുകൊണ്ട് ജനങ്ങളെ കൂടുതൽ, അല്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനെ കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. കാര്യം അവർ ചെയ്തതാണ് ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ജനങ്ങൾ അവിടേക്ക് പോകാനുള്ളൊരു മോട്ടീവ് എന്താണ്? ജാസ്മിൻ ഇവിടെ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ തന്നെയല്ലേ? ഈ പ്രവൃത്തികൾ കാരണമല്ലേ ആളുകൾ സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുള്ളത്? ജാസ്മിൻ വളരെ അടിപൊളിയായിട്ട്, വളരെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനെ പോലെ തന്നെ വളരെ മാന്യമായിട്ട് അവിടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ അവിടേക്ക് ചെല്ലുമോ? ജാസ്മിൻ പറഞ്ഞതുകൊണ്ടല്ലേ അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തുണ്ടെന്നും ഇന്ന അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ ആളുകളാണെങ്കിൽ ഇന്ന ഐഡിയ ഒക്കെ തിരഞ്ഞു പോവുകയും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോട്ടീവായിട്ടുള്ള ജാസ്മിനെ അവിടെ മുക്കിത്താഴ്ത്തി വെച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള ജനങ്ങളെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്. സോ ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. അടുത്ത എന്തായാലും കാണാം. പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഇരുഭാഗത്തുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ജാസ്മിൻ ജാഫറിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കേസ്. ഇതാണ് ജാസ്മിനെ വെളുപ്പിക്കുന്നതിൻ്റെ സ്റ്റെപ്പ് നമ്പർ 2. അതായത് ഇത്രയും സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നത് ഇവരുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്തത് കൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്തതുകൊണ്ടാണോ ജനങ്ങൾക്ക് ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ഒരിക്കലുമല്ല. ജാസ്മിൻ ഗബ്രി കോംബോ എന്താണ് ഇവർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഞാൻ മുമ്പത്തെ വീഡിയോസിലാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർ തമ്മിൽ ഫ്ലർട്ടേഷൻഷിപ്പ് ആണോ? നോ പ്രോബ്ലം, ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഇവർ തമ്മിൽ ലവ് റിലേഷൻ ആണോ? നോ പ്രോബ്ലം, ജനങ്ങൾ അതും അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇതിനകത്തും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിനൊരു പേരിട്ടിട്ടില്ല. പക്ഷേ ഇവർ നക്കുക, തുപ്പുക, ഉമ്മ വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നു. എന്നിട്ട് അതിന് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ടാഗും കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ ജനങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ഡൈജസ്റ്റ് ആവുക? അതുമാത്രമല്ല, അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമല്ല ഇവർക്ക് ഇതേപോലുള്ള സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തുണ്ട് എന്ന് അറിഞ്ഞതിന് മുന്നേ തന്നെ ഇവർക്ക് ഈ ജാസ്മിനെതിരെ ഇതുപോലത്തെ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതല്ലേ? ഇപ്പം നിങ്ങൾ പറയുന്നത് ജാസ്മിന് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞു, ഒപ്പം ജാസ്മിൻ ഇവിടെ ഇങ്ങനെയും കാണിച്ചു കൂട്ടുന്നു എന്നതാണ് ജനങ്ങളുടെ പ്രശ്നമെന്നാണ് നിങ്ങൾ പറയുന്നത്, JBI TV പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ പ്രശ്നം അതല്ല. ഇതിനു മുമ്പും ജാസ്മിനും ഗബ്രി തമ്മിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന, ഇന്ന് മുതൽ ഇവർ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാണിച്ചു തുടങ്ങി. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇവർക്കെതിരെയുള്ള സൈബർ അറ്റാക്ക്.
ഓക്കെ, അല്ലാതെ ഒരിക്കലും ഇതേപോലുള്ള ഇവരുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്തത് കൊണ്ടല്ല. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഒരാളോട് കമ്മിറ്റഡ് ആയതുകൊണ്ട് മറ്റൊരാളോട് ഫീലിംഗ്സ് തോന്നരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരാളുടെ റിലേഷൻഷിപ്പാണ്, അതിനകത്തെ ആ ഒരു ബോണ്ട് എത്രത്തോളം സ്ട്രോങ് ആണ് അല്ല എന്നൊക്കെ അനുസരിച്ചിരിക്കും മറ്റൊരു ബന്ധത്തിൻ്റെ ഒരു ആഗമനം. ഇപ്പോൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അകൽച്ച ഉണ്ടാകുന്ന സമയത്ത്, ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത്, ചാരാൻ ഒരു തോള് വേണ്ട സമയത്തൊക്കെ പലപ്പോഴും ആളുകൾ മറ്റു ബന്ധങ്ങളിലേക്ക് പോകാറുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് അങ്ങനെ പോകാൻ മനസ്സുള്ള ആളുകളെ പറഞ്ഞു വിടുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ പിടിച്ച് അവിടെ നിർത്തി അവരെ സമൂഹത്തിൻ്റെ ചില സദാചാര ചങ്ങലകളിൽ പൂട്ടി അവിടെ പിടിച്ചു നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളോട് അത്രയധികം കണക്ഷൻ ഇല്ലാത്ത, നിങ്ങളോട് അത്രയധികം ആഴത്തിൽ സ്നേഹമില്ലാത്ത ഒരാളെ ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്തിനാണ്? നിങ്ങളൊക്കെ അത്രയധികം വില കുറഞ്ഞ ആളുകളാണ്. അപ്പോൾ അവർക്ക് വേറെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആരോടെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വാഭാവികമായിട്ടൊക്കെ കണ്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും നല്ലൊരു സംഗതി. ഇതാണ് വെളുപ്പിക്കലിന്റെ സ്റ്റെപ്പ് നമ്പർ 3. പക്ഷേ JBTV പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ്സിനോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. കാര്യം എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്ങും ഇതേ രീതിയിൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം A എന്നും B എന്നും പറയുന്ന രണ്ട് പേര് തമ്മിൽ പ്രണയത്തിലാണ്. അപ്പോഴാണ് ഈ B എന്ന് പറയുന്ന വ്യക്തിക്ക് C എന്ന് പറയുന്ന ഒരാളെടുത്ത് ഒരു ഇഷ്ടം തോന്നുന്നു. അപ്പം ഇഷ്ടം തോന്നുന്ന സമയത്ത് എന്താണ് അവിടെ ചെയ്യേണ്ടത്? B എന്ന് പറയുന്ന വ്യക്തി Aയുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് C എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് നീയുമായിട്ട് ഇനി എനിക്ക് തുടരാൻ കഴിയില്ല, കാരണം ഞാൻ നീയുമായിട്ട് ഇനി തുടർന്നു കഴിഞ്ഞാൽ അത് ചീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് B സിയുടെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പം A എന്താണ് ചെയ്യേണ്ടത്? ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുമെങ്കിൽ പോലും ഇത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം മറ്റൊരാളുടെ ഇഷ്ടം നമുക്ക് പിടിച്ചു പറിച്ച് വാങ്ങാൻ എന്തായാലും നമുക്ക് കഴിയില്ല. അതല്ലേ അതിൻ്റെ റൈറ്റ് വേ. ഓക്കെ, പക്ഷേ ഇവിടെ ഇതേ സമയം B ഒരേ സമയം Aയെയും Cയെയും കൊണ്ട് നടക്കുകയാണെങ്കിൽ അതിന് എന്ത് പേരാണ് നമ്മൾ പറയേണ്ടത്? ഇതേ B ചെയ്യുന്ന കാര്യം തന്നെയാണ് ജാസ്മിൻ ജാഫർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് രണ്ടുപേരെ കൊണ്ട് നടക്കുക എന്നുള്ളൊരു പരിപാടി തന്നെയാണ്. കാരണം എനിക്കൊന്ന് വിവിചേട്ടനാണോ പെക്ട്രാസ് ബോവിയുടെ ചാനലാണോ എന്നറിയത്തില്ല ഇത് വന്നിട്ടുള്ളത്. ആദ്യം മുന്നയ്ക്ക് മുന്നേ ഉള്ള ജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണെങ്കിൽ ജാസ്മിൻ ജാഫർ പ്രണയത്തിലായിരുന്നു. ഇവർ തമ്മിൽ പ്രണയത്തിൽ നിൽക്കുക തന്നെയാണ്. ജാസ്മിൻ ആണെങ്കിൽ മുന്നയ്ക്കായിട്ട് ഇഷ്ടത്തിലാവുന്നത്. അതായത് ഒരേ ടൈമിൽ രണ്ടുപേര്. ഇത് മുന്നയ്ക്കായിട്ടാണെങ്കിൽ ഇഷ്ടത്തിലായി എന്നറിഞ്ഞതിന് ശേഷമാണ് ജിന്നുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതേ മുന്നക്കയുമായിട്ട് പ്രണയത്തിലാവുന്ന ടൈമിൽ തന്നെയാണ് ജാസ്മിൻ ആണെങ്കിൽ അഫ്സലുമായിട്ട് പ്രണയത്തിലാവുന്നത്. ഇത് അറിഞ്ഞതിന് ശേഷമാണ് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആവുന്നത്. പിന്നീട് നമ്മുടെ അഫ്സലേട്ട തന്നെ പിന്നീട് വന്നിട്ട് ജാസ്മിനെ വിളിപ്പിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇവൾ ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഞാൻ ഇവൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്താണ് ഞങ്ങൾ പ്രണയത്തിലായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ JBTV പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു പോയിന്റ് ഒരിക്കലും ജാസ്മിനെ ജസ്റ്റിഫൈ ചെയ്യാനെ കൊണ്ട് കഴിയില്ല. അതും വിവാഹം ഉറപ്പിച്ചിട്ട് ബിഗ് ബോസിലേക്ക് പോവുക, അത് പണ്ട് തൊട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു വൃത്തികെട്ട കഷ്ടമാണ്. വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് ഉറപ്പിച്ച് വെക്കുക, പഠിക്കാൻ പോകുന്നതിന് മുൻപ് ഉറപ്പിച്ച് വെക്കുക. ഇതൊരു ലോക്കാണ്. ഉറപ്പിച്ച് വെക്കുക എന്ന് പറയുന്നത് ഉറപ്പില്ലാത്ത സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള എല്ലാ ലോക്കുകളെയും ബോധപൂർവ്വം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉറപ്പിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോടൊന്ന് പറയുകയാണ് ഞാനൊരു പരിപാടിക്ക് വേണ്ടി പോവുകയാണ്, ഉറപ്പിച്ച് വെച്ചിട്ട് പോകാം, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താണ് അതിൻ്റെ ലോജിക്ക്? ഉറപ്പിച്ച് വെച്ചിട്ട് അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾ ഇവിടെ ലോക്കാവും എന്നുള്ളതല്ലേ അതിൻ്റെ ലോജിക്ക്? അതൊരു തോന്നിയാസമല്ലേ? ചിലപ്പം വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് ഉറപ്പിച്ച് വെച്ചിട്ടായിരിക്കാം ഇപ്പോൾ ജാസ്മിനെ പോലെയുള്ള ഒരാളകത്തേക്ക് പോയിരിക്കുന്നത്. പണ്ടേ അങ്ങനെയാണല്ലോ. ഇപ്പോൾ സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുന്ന സമയത്ത് വിവാഹം ഉറപ്പിച്ച് വെച്ചിട്ട് വിടുന്ന രീതികളുണ്ട്. വിദേശത്തേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് വിവാഹം ഉറപ്പിച്ച് വെക്കുന്ന രീതിയുണ്ട്. തോന്നിയാസമല്ലേ ഇത്? ഇപ്പോൾ സ്ത്രീയുടെ കാര്യത്തിലും പുരുഷൻ്റെ കാര്യത്തിലും നോക്കുന്ന സമയത്ത് തോന്നിയാസമല്ലേ? ഈ ഉറപ്പുമായിട്ട് ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്, അവൻ്റെ കാര്യത്തിൽ തോന്നിയാസമല്ലേ? നിങ്ങൾ ഈ പറയുന്നത് തോന്നിയാസം ഇല്ലയോ? കാര്യം വളരെ കൃത്യമായിട്ട് അഫ്സലേട്ടൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ്റെ നിർബന്ധ പ്രകാരമാണ് ഇതേപോലുള്ള ഈ ഒരു നിശ്ചയം നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. അല്ലാതെ ജാസ്മിനെ ആരും നിർബന്ധിച്ച് അല്ലെങ്കിൽ പ്രഷർ കൊടുത്തിട്ടല്ല ഇവരുടെ ഈ കല്യാണ നിശ്ചയം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം അങ്ങനെയല്ല ബിഗ് ബോസിലേക്ക് വിട്ടിട്ടുള്ളത്. ജാസ്മിൻ്റെ നിർബന്ധ പ്രകാരമാണ് അഫ്സലേട്ടനുമായിട്ടുള്ള ഈ ഒരു നിശ്ചയം കാര്യങ്ങൾക്ക് നടത്തിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയാസമാണ് നിങ്ങൾ JBTV പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവേണ്ട ഒരു വ്യക്തിയല്ലേ? അത് നിങ്ങൾ മനഃപൂർവ്വം കണ്ണടച്ചുകൊണ്ട് അവിടെയും ജാസ്മിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നത് കാണുമ്പോൾ വളരെ പരിതാപകരമായിട്ട് തോന്നുന്നു കേട്ടോ. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടെ കാണാം. ഇവിടെ ആരാണ് നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്? ഒരാളോട് മറ്റൊരാൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിക്കൂടായികയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരാൾ വിവാഹിതനാണ്, അതേപോലെ തന്നെ ഒരാളുമായിട്ട് പ്രണയത്തിലാണ്, അതുകൊണ്ട് അവർക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നരുത് എന്ന് നമുക്ക് ചട്ടം കെട്ടാൻ പറ്റുമോ? ഇല്ല. തോന്നിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ബിട്രയൽ പെയിൻ അനുഭവിക്കേണ്ടി വരും. ഇത് റിയാലിറ്റിയാണ്. എന്ത് ചെയ്യാം? അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കാം. അതേപോലെ തന്നെ അവരോട് ഇങ്ങനെ പറയുക, അച്ഛൻ അമ്മ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ പാർട്ണറെ നമുക്ക് മാറ്റാം. സ്നേഹം മറ്റൊരാളിൽ, പങ്കാളിയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം മറ്റൊരാളിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നല്ല ലൈഫ് മുന്നോട്ടേക്കുണ്ടാവും. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. പറയുന്ന പോയിന്റ്സ് ഒക്കെ നല്ലതാണ്. കേൾക്കുന്ന ആളുകൾക്ക് വിചാരിക്കും ഇത് പറയുന്നത് ശരിയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതും ജാസ്മിൻ ചെയ്യുന്ന പ്രവൃത്തികളുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാര്യം നല്ല രീതിയിൽ JBTV മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ജാസ്മിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വെളുപ്പിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ അവിടെ ഇത്രയും നാളായിട്ട് അവിടെ നിന്നിട്ടും ജാസ്മിൻ അറിയത്തില്ലായിരുന്നോ പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന്? ജാസ്മിൻ അറിയത്തില്ലായിരുന്നോ? ഇത്രയും നാളിന് ശേഷമാണോ ജാസ്മിൻ പറയുന്നത്? ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ വന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടമുണ്ട്, അത് പ്രണയത്തിലേക്കാവാതെ ഞങ്ങൾ പിടിച്ചു വെക്കുകയാണെന്നും ശേഷം പിന്നീട് ഐ ലവ് യു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിന് മുന്നേ ഞങ്ങൾ തമ്മിൽ എന്താണ് എന്നുള്ള, ഞങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ഇതേ ജാസ്മിൻ തന്നെ
ഓക്കെ, ഇതേ ജാസ്മിൻ തന്നെ മറ്റൊരുത്തനാണെങ്കിൽ നക്കാനും ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനും പിന്നെ പല പല സാധനങ്ങളുടെ സൈസ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ജാസ്മിൻ ഇതുപോലെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊന്നും തെറ്റല്ല. ഓക്കെ, ഈ പറയുന്ന ഇതേ പോയിന്റ്സ് ഒരിക്കലും ജാസ്മിനെ ജസ്റ്റിഫൈ ചെയ്യാനെ കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാര്യം ജാസ്മിൻ ചെയ്യുന്നതും നിങ്ങൾ പറയുന്ന പോയിന്റ്സും രണ്ടും രണ്ട് ദിക്കിൽ കിടക്കുന്നതാണ്. ഓക്കെ, ഏതായാലും അദ്ദേഹത്തിന് അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി. ഒരു ബിട്രയൽ പെയിനാണ്, നല്ല പെയിനായിരിക്കും, നല്ല രീതിയിൽ വേദന എടുക്കും. അതേപോലെ തന്നെ മറ്റേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വിചാരണ ചെയ്യുമല്ലോ, അതും നല്ല രീതിയിൽ പെയിൻ എടുക്കേണ്ടി വരും. എന്ത് ചെയ്യാൻ പറ്റും, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. അദ്ദേഹത്തിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾ പാഠം ഉൾക്കൊള്ളുക. ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം എത്ര മാത്രമേ ഉള്ളൂ, ജാസ്മിനെ പോലൊരു പെണ്ണിനെ ജന്മത്ത് എടുത്ത് തലയെ വെച്ചേക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ കൂടുതലൊന്നും ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനില്ല. മെച്യൂരിറ്റി ഇല്ലാത്ത, വിദ്യാഭ്യാസക്കുറവുള്ള, വകതിരിവില്ലാത്ത സ്ത്രീ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വിവാഹ ഓട്ട മത്സരത്തിനിടയിൽ പെട്ടുപോയ ഒരാളായിട്ട് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാ ആളുകൾക്കും ഒരു പാഠമായിരിക്കട്ടെ. എൻ്റെ പൊന്നെ, നിങ്ങളുടെ ഗട്ട്സ് എന്തായാലും ഞാൻ സമ്മതിച്ചേട്ടോ. കാരണം നിങ്ങൾ ഇപ്പോഴും ഇവിടെ മെൻഷൻ ചെയ്തത് എന്താണ്, ഒരുപാട് സ്ത്രീ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ, ഓക്കെ, അല്ലാതെ ഒരിക്കലും ഒരു സ്ത്രീ ഇൻഫ്ലുവൻസർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, സ്ത്രീ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഒരുപാട് ആളുകൾ ചെയ്യുന്ന തെറ്റുകൾക്കിടയിലേക്ക് ഒരാൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു തെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ജസ്റ്റിഫൈ ആവുകയാണ്. കാര്യം തൊട്ടപ്പുറത്താണെങ്കിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന വേറെ ആളുകളുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട്. ഓക്കെ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചാൽ എവിടെയും നിങ്ങൾ ജാസ്മിൻ എന്തൊക്കെയാണ് ചെയ്തത്, എവിടേക്കാണ് പോരായ്മ സംഭവിച്ചത്, ഇതൊന്നും നിങ്ങൾ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. എല്ലാം നിങ്ങൾ ഈ വീഡിയോ ഉടനീളം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഫ്സലിനെ, അല്ലെങ്കിൽ ഈ ഒരു അഫ്സലെ എങ്ങനെ റിക്കവർ ആവാം, എങ്ങനെ മൂവ് ഓൺ ആവാം എന്നുള്ള മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾ എടുത്തു കൊടുക്കേണ്ട ഒരാവശ്യവും നിങ്ങളില്ല. അതാണ് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ജാസ്മിനെ മാക്സിമം എങ്ങനെയൊക്കെ വിളിപ്പിക്കാവോ അങ്ങനെ എല്ലാം മാക്സിമം വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് താഴെ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൂടെ ഞാനിവിടെ വായിക്കാം. Okay, let me express my opinion on JBA TV. I don't like JBA TV as I got bad experience from there. ഈ പറയുന്ന JBA TV തന്നെ ഡബിൾ സ്റ്റാൻഡിൻ്റെ ഉസ്താദാണ്. അയാളുടെ വീഡിയോ സ്ഥിരമായി ഞാൻ കാണാറില്ല. 2-3 എണ്ണം കണ്ടിരുന്നു, റിലേറ്റഡ് ജാസ്മിൻ, സൈബർ ബുള്ളിങ്, പിന്നെ വേറെ ഏതോ. ആളുടെ വീഡിയോ കഴിയുമ്പോൾ ഓഡിയൻസിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഒരു ഡേ അയാൾ സൈബർ ബുള്ളിങ് എന്ന വിഷയത്തെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. ബാഡ് കമൻറ്റ്സ് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു ഇര ഇട്ട് കൊടുക്കുക എന്നൊക്കെയാണ് അയാൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഹി ഹിംസെൽഫ് അയാളുടെ ഒപ്പീനിയനെ എതിർത്ത് ഒരാളുടെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന് താഴെ ഇയാളുടെ അണികൾ ചീത്ത വിളിയും തെറി വിളിയും. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സൈബർ ബുള്ളിങ് അല്ലേ എന്ന്. ദെൻ ഹി ഗോട്ട് ഹീറ്റഡ്, എന്നെ ചീത്ത വിളിച്ച് തുടങ്ങി അയാൾ. അപ്പോൾ ഞാൻ എന്തിനാ ആ കമൻറ്റ് പിന്നാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഓടിപ്പോയി പിൻ റിമൂവ് ആക്കി. ദെൻ ഐ റിപ്ലൈഡ് ഹിം, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ മിസ്റ്റേക്ക് ആൻഡ് താങ്ക് യു ഫോർ കറക്റ്റിംഗ് എന്ന് റിപ്ലൈ കൊടുത്തു. അപ്പോൾ അയാൾ പിന്നെയും ഹീറ്റഡായി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ജോലിയും കൂലിയും ഇല്ലാതെ യൂട്യൂബിൽ കയറി നിരങ്ങലല്ലേ നിൻ്റെയൊക്കെ പണി എന്ന്. ദെൻ ഐ ആസ്ക്ഡ് ഹിം, വാട്ട്സ് യുവർ ജോബ് ദെൻ? ഈ ഓഡിയൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടുന്നതെന്ന്. പിന്നെ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ഇടാൻ പാടില്ലേ? ഇതുകൂടി ചോദിച്ചപ്പോൾ അയാൾ ആ ലേഡി ഇട്ടിരുന്ന മെയിൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. അണ്ടർ വിച്ച് ഐ ആർഗ്യൂഡ് അബൌട്ട് ദിസ് ഇഷ്യൂ. ഇയാളുടെ അമ്മച്ചിക്ക് ക്യാൻസർ വന്ന് കൃപാസനത്തിൽ കൊണ്ടുപോയതും യൂട്യൂബർ ചെകുത്താൻ്റെ അടുത്ത് ചായ കുടിക്കാൻ എന്ന് പറഞ്ഞു പോയതും ഹീസ് ടോട്ടലി ഫേക്ക്. ഹീ ഡോണ്ട് ലൈക്ക് എനിവൺ ഹൂ ക്രിട്ടിസൈസ് ഹിം, കറക്റ്റ് ഹിം. ആളെ സംബന്ധിച്ച് ആൾ മാത്രമാണ് ശരി. ഈ ഓഡിയൻസ് റെസ്പോൺസ് എല്ലാവരും പോസിറ്റീവ് ഇടണം അയാൾക്ക്. അതർവൈസ് ഹീ വിൽ ഗെറ്റ് ഹീറ്റഡ് ആൻഡ് അയാളുടെ അണികൾ വന്ന് ചീത്ത വിളിക്കാൻ പിൻ ചെയ്ത് വെക്കും. ഇവിടെ ജാസ്മിൻ്റെ ഇയാളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇതിൽ അയാൾ ജാസ്മിനെ ന്യായീകരിക്കാൻ റീസൺ പറഞ്ഞത് സൈബർ ബുള്ളിയിങ് നേരിടുന്നവർക്ക് അയാളുടെ ചാനലിൽ നിന്ന് വേണ്ടുവോളം സപ്പോർട്ട് കിട്ടുമെന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ മാത്രമല്ലല്ലോ, സത്യഭാമയും സൈബർ ബുള്ളിയിങ് നേരിട്ടല്ലോ. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഈ ബുള്ളിയിങ് അനുഭവിക്കുന്നത് എന്ന് അയാൾ ചിന്തിക്കില്ല. വെറുതെ വുമൺ കാർഡ് കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പൊക്കി വരും. കുളിച്ച് മൂടി ചീകി പൗഡർ ഇട്ട് വീഡിയോ ഇടാൻ ജസ്റ്റ് TV ആണ് തിങ്സ്. താങ്കൾ ഇയാളുടെ വീഡിയോസ് കാണുന്നത് നിർത്തിയാൽ മതി. ആരും ഇയാളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാത്തതിൻ്റെ കാരണം ഇത് തന്നെ. ആസ് എ പേഴ്സൺ ഹൂ വാച്ച് യൂട്യൂബ്, എനിക്ക് റോ കണ്ടൻസ് ആണ് ഇഷ്ടം, നോട്ട് ദ പ്രൊസസ്ഡ് വൺ. എക്സാമ്പിൾ, കുറേ ചിന്തിച്ച് കൂട്ടി എഴുതി ഉണ്ടാക്കുന്ന ടൈപ്പ് വീഡിയോസ് ലൈക്ക് TV അണ്ണൻ, മല്ലു അനലിസ്റ്റ്, ഉണ്ണി വ്ലോഗ്സ് പോലെയുള്ള. ഹീസ് ജസ്റ്റ് എ ഡബിൾ സ്റ്റാൻഡ് ഗൈ. ആൾക്കും ആ വീഡിയോയിൽ അയാൾ ട്രിഗർ ചെയ്ത ആൾക്കാരൊക്കെ അയാൾക്കെതിരെ വീഡിയോ ഇട്ടു അയാൾക്കത് റിയാക്ട് ചെയ്ത് കളിക്കണം. എത്ര എന്ന് വെച്ചാൽ ജാസ്മിനെ ന്യായീകരിച്ച് മാത്രം മുന്നോട്ട് പോകുന്നയാൾ. ഓക്കെ, ഇതാണ് JBA TV പറ്റിയിട്ട് അവരുടെ വീഡിയോ കാണുന്ന ഒരാൾ കമൻറ്റ് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇട്ടിട്ടുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസ്. സോ ഇതാണ് JBA TV. നാളെ മറ്റൊരു ഇഷ്യൂ വരുമ്പോഴത്തേക്കിന് ഇതേ JBA TV ഡബിൾ സ്റ്റാൻഡിൻ്റെ ഒരു ഉസ്താദ് ആയതുകൊണ്ട് തന്നെ നാളെ മറ്റൊരു രീതിയിലും സംസാരിക്കും. ഓക്കെ, എന്തായാലും എൻ്റെ JBA അണ്ണ ചാൾസ് ചോവരാജിൽ മാത്രമേ ഇത്രയും ഗട്ട്സ് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരാളെ ഇത്രത്തോളം വെളുപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ഗട്ട്സ്, ഹാറ്റ്സ് ഓഫ് യു മാൻ.